അപ്പോൾ ഇതൊരു 1.5 കിലോന്റെ മട്ടൻ ബിരിയാണിയാണ്. ഓക്കെ, നോക്കാം. അപ്പൊ ചേട്ടാ നമുക്ക് മട്ടനിലേക്ക് ഇനിയിപ്പോ എന്താ വേണ്ടത്? കുറച്ച് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട് പച്ചമുളക് കൂടി ചേർക്കാണ്. പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ കൂട്ടി ചതച്ചില്ല. ഓക്കെ ഓക്കെ. കറാമ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ കുരുമുളക് കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആ ഓക്കെ. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഗരം മസാല. ഗരം മസാല അല്ലേ? ഗരം മസാല നമ്മൾ മട്ടൻ വേവിക്കുമ്പോൾ ഇട്ട് കൊടുക്കും അല്ലേ? ഇനി എന്താ വേണ്ടത്? കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുറച്ച് മതി അല്ലേ? ആ, കുറച്ച് മതി. ഇത് കൈയിട്ടൊന്ന് കുഴച്ചെടുത്തത്. ഇതിൽ വെള്ളം ലേശം അടി പിടിക്കണ്ട. അപ്പൊ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമ്മള് കുക്കർ അടയ്ക്കാൻ പോകണം. ഇനി നമുക്ക് എത്ര വിസിൽ വേണം? ഒരു 5 വിസിൽ വയ്ക്കാം. 5 വിസിൽ അല്ലേ? അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉള്ളി കട്ട് ചെയ്യാം അല്ലേ? വിശേഷം അത് എത്ര കിലോ ഉള്ളി ഉണ്ട്? ഒരു 1.5 കിലോ. 1.5 കിലോ. അപ്പൊ 1.5 കിലോ നമ്മൾ മട്ടനിലിടുവോ? ആ, ബാക്കി കുറച്ച് വറക്കെടുക്കും. വറക്കാനും കുറച്ച് സാലഡിനും അല്ലേ? ആ, സാലഡൊക്കെ എടുക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് മട്ടനിക്കുള്ള ഗരം മസാല റെഡിയാക്കാം. കുറച്ച് കറാമ്പട്ട, ഒരു 3 സ്റ്റാർ, കുറച്ച് നമുക്ക് പെരിഞ്ജീരകം വേണം. പെരിഞ്ജീരകം, പിന്നെ കുറച്ച് കരയാമ്പു, ക്ലോസ് എന്ന് പറയും കരയാമ്പു. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കായ എടുക്കാം. കുറച്ച് കുരുമുളക്. ഇതൊക്കെ നമുക്ക് വറുത്തെടുത്തിട്ട് പൊടിക്കാനുള്ള കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി. നമുക്ക് വല്ലാണ്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഓക്കെ, നമ്മളിത് ഇങ്ങനെ ചൂടാക്കിയിട്ട് പിന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ആ മസാല നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഗരം മസാല ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും പൊടിച്ചെടുത്ത് ഇത്ര നമുക്ക് ഇതിൽ ആവശ്യമില്ല. നമുക്ക് ഇതിലൊരു സ്പൂണ്, നല്ലൊരു സ്പൂണ് ഗരം മസാല ഇട്ടാൽ. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. ഇപ്പോൾ ഓയിലിൻ്റെ ഉള്ളി വറുത്ത ഓയിലാണ്. ഓക്കെ, നമുക്കിതൊന്ന് വേഗം പാടാനും വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വേഗം പാടി കിട്ടും. അപ്പോൾ നമ്മളെ ഉള്ളി ഏകദേശം ബ്രൗൺ കളർ ആയിരിക്കുന്നു. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പേസ്റ്റ് ഒരു 2-3 ടീസ്പൂൺ ലെവലിൽ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളക് പോണ വരെ ഒന്ന് നല്ലൊന്ന് വാട്ടിയെടുക്കാം. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് വാർക്കാം. അപ്പോൾ നമുക്ക് തക്കാളിയാണ് ഇനി ഇടാനുള്ളത്. തക്കാളി നമ്മൾ എടുത്തുകൊണ്ടിരിക്കും.
നമ്മളിതിലേക്ക് 4 തക്കാളിയാണ് എടുക്കുന്നത്, 4 വലിയ തക്കാളി കേട്ടോ. ഓക്കെ, 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക്. അപ്പോൾ നമ്മൾ 1 സ്പൂണ് ഗരം മസാല, 1 സ്പൂണാണ് നമ്മൾ ഇട്ടിരുന്നത്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഓവർ ഗരം മസാല ആയാൽ അതിൻ്റെ ഒരു കുത്ത് വരും. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് തൈര് 170 ഗ്രാം തൈരാണ്. അപ്പോൾ ഇതിക്ക് നമുക്ക് വേണ്ടത് ഒരു 150 ഗ്രാം തൈര് മതി. നമ്മളിതിൽ 150 ഗ്രാം തൈരാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പും പുതിന നമ്മൾ അരിഞ്ഞു വെച്ചത് കുറച്ച് മസാലയ്ക്ക് ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടനാണ്, നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച മട്ടനാണ്. ഇത് നമുക്ക് മസാലയ്ക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മട്ടനൊന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയിൽ മട്ടൻ ഇട്ടിട്ടുണ്ട്. ഇളക്കിയിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. ഇതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഗരം മസാലയൊക്കെ, ഗരം മസാല എല്ലാം സംഭവം ഓക്കെ. കുറച്ച് ഗരം മസാല നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ദമ്മിടുമ്പോൾ അത് ചേർത്ത് കൊടുക്കാം, അതാവും നല്ലത്. കുറച്ച് ഫ്രൈഡ് ഓണിയൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചോറ് തയ്യാറാക്കാം. ഓക്കെ, ഇത് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ, കുറച്ച് ഓയിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് തയ്യാറാക്കാം. 70 ഗ്രാം 100 ഗ്രാമിന്റെ ചോറ് അത് മതി. ഇവിടെ അല്ലമീൻ്റെ ബിരിയാണി റൈസാണ്, ഗീ റൈസ് കൈമയാണ് നമ്മളിവിടെ എടുക്കുന്നത്. 1 കിലോ അരിയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് കരയാമ്പ് എടുത്തിട്ടുണ്ട്, കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, കുറച്ച് ഇല എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അതിലിട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. അരിയെടുത്ത പാത്രത്തിന്റെ ഒരു 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ചൂടുള്ള വെള്ളമാണ്. ആക്കി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അയ്യവ, ചോറ് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് അല്ലേ?
അപ്പൊ നമുക്ക് ഇനി ദമ്മിടാനുള്ള പരിപാടി നോക്കാം. അപ്പൊ നമുക്ക് ഒരു വലിയ ചെമ്പ് എടുക്കാം. വലിയ ചെമ്പ് എടുത്തിട്ട് നമുക്ക് ദമ്മിടാം. അപ്പൊ നമ്മള് ദമ്മിടാനുള്ള പരിപാടി നോക്കട്ടെ. അപ്പൊ ഇതിന്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു നേരം വെച്ചിട്ടുണ്ട്. ഇവിടെ അതിന്റെ മുകളിൽ ചെമ്പ് വെക്കുക. ചെമ്പ് വെച്ചിട്ട് നമുക്ക് ദമ്മിടാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തയ്യാറാക്കിയ മസാലയ്ക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വറുത്ത ഉള്ളി ഉണ്ട്, അപ്പൊ അത് ആഡ് ചെയ്യാം. ഓക്കെ, ലേശം മല്ലിച്ചപ്പ് ഇടാം. മല്ലിച്ചപ്പ് കൂട്ടിയിടാം. ചോറിട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഉള്ളി, പൊരിച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് മല്ലിച്ചപ്പ് പൊടിയ കൊടുക്കാം. ഇത് കുറച്ച് ബിരിയാണി മസാല ഇതാക്കണ്ട, ലേശം മതിയേ, ഒരു സ്മെല്ല് ഇതാക്കാനാണ്. ഇത് നല്ലൊരു ഫ്ലേവർ കിട്ടും. കുറച്ച് ഇതാക്കി. ഓക്കെ, അടുത്ത ഫ്ലേവർ കേട്ടോ. ആ ചോറ് നമുക്ക് ഫുള്ള് കണ്ടിട്ട് കൊടുക്കാം ലെയറായിട്ട്. ചോറ് നമുക്ക് ഫുള്ള് കണ്ടിട്ട് കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുക്കാം. 6 kg നെയ്യാണ് നമ്മൾ എടുക്കുന്നത്. 6 kg. ഇത് 6 kg നമ്മൾ തയ്യാറാക്കിയ മട്ടണിന്റെ സ്റ്റോക്ക് കുറച്ച് വെച്ച് കൊടുക്കട്ടോ. മുകളിൽ ഫ്ലേവർ ഇട്ട് ഫ്ലേവർ ഇട്ട് നമുക്ക് അതിന് നമുക്ക് കറക്റ്റ് ദമ്മ. നല്ല ടൈറ്റായിട്ടിരിക്കണം. അപ്പോൾ കറക്റ്റായിട്ട് ദമ്മ പോകും. ഒരു വെയിറ്റ് വെച്ചെടുക്കുമ്പോൾ ഒരു കല്ല് വെച്ചെടുക്കണം. ഓക്കെ,